ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ 28 ഡേയ്സ് ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. അങ്ങനെ ഇന്ന് നമ്മൾ ഡേ 26 ആയി. സോ നിങ്ങൾ ഇതിന് മുന്നുള്ള വീഡിയോസ് ആകാനതിന് ശേഷം മാത്രം ഡേ 26ലേക്ക് വരിക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാജിക്കലി ട്രാൻസ്ഫോം മിസ്റ്റേക്സ് ഇൻ ടു ബ്ലെസ്സിങ്സ്. അതായത് എവ്രി മിസ്റ്റേക്ക് ഈസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. നമുക്ക് എന്തൊക്കെ തെറ്റ്, നമുക്ക് എന്തൊക്കെ അബദ്ധം പറ്റുന്നുണ്ടോ അതിൻ്റെയൊക്കെ പുറകിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളും ഉണ്ടാവാതിരിക്കില്ല. ഇപ്പം നമ്മൾ മിസ്റ്റേക്സ് പറ്റുമ്പോൾ അയ്യോ നെഗറ്റീവ് മാത്രമാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അതായത് ഇപ്പം നമ്മളൊരു ബൈക്ക് ഓടിക്കാൻ പോകുമെന്ന് വിചാരിക്കുക. അതായത് കുഞ്ഞിരിക്കും നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമല്ലോ. സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ വീഴില്ലേ, അപ്പം അത് ഒരു എന്താ പറയുക, അതൊരു നെഗറ്റീവ് സെൻസ് ആണല്ലോ. അതായത് മിസ്റ്റേക്ക് പറ്റിയതാണല്ലോ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നതിൽ. എന്നും വെച്ച് ഓക്കെ വീണു അപ്പം ഇനി സാധനം ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ അവിടെ അങ്ങനെയല്ലല്ലോ ആ സിസ്റ്റം വർക്കാവുന്നത്. കുഞ്ഞു പിള്ളേർ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ വീണാൽ സാരിയില്ല മോനെ, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളവിടെ പിന്നെ സൈക്കിൾ ഓടിക്കാൻ പറഞ്ഞു വിടുമല്ലോ. അതുപോലെ നമ്മൾ മിസ്റ്റേക്സ് വരുത്തിയില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും പഠിക്കാനും പറ്റില്ല, നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ആവാൻ പറ്റില്ല. നമുക്ക് റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് നമ്മളെപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ തെറ്റ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഈ സാധനം ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നല്ലതാകും എന്ന് പറയുന്ന ലോജിക്കൊക്കെ നമ്മുടെ തലയിൽ വർക്കൗട്ട് ആവുന്നത് നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോഴാണ്. അതിപ്പോൾ ഏതുതരം മിസ്റ്റേക്സും ആവാം ലൈഫിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവർ പറഞ്ഞേക്കുന്നൊരു മിസ്റ്റേക്ക് ഞാൻ വായിക്കാവേ. സോ ആദ്യം ഇന്നത്തെ ടാസ്കിനെ പറ്റി പറയട്ടെ, അത് പറഞ്ഞിട്ട് ഇത് വായിച്ചിട്ടേ കാര്യമുള്ളൂ. ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ വരുത്തേക്കുന്ന ഒരു മിസ്റ്റേക്ക്, ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ ആലോചിച്ച് അത് നമ്മൾ എഴുതി വെക്കണം, നമ്മുടെ ബുക്കിൽ അത് എഴുതണം. എന്നിട്ട് നമ്മൾ ആ മിസ്റ്റേക്സ് കാരണം നമുക്കുണ്ടായിരിക്കുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ടാവും. ഒന്ന് ആലോചിച്ചാൽ മതി, നമുക്ക് പറ്റിയേക്കുന്ന ഏത് മിസ്റ്റേക്ക് ആണെങ്കിലും ഒന്ന് ആലോചിച്ചാൽ ഇത് വന്നതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ ചെയ്തത്, ഇത് വന്നതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന് ആലോചിച്ച് പോകുമ്പോൾ നമുക്ക് സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഇവർ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ വണ്ടി സ്പീഡ് കൂടിയതിന് പോലീസ് പിടിക്കുന്നതാണ്. സോ അത് ഞാൻ വായിക്കാം. ലെറ്റ്സ് ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ബീങ് കോട്ട് സ്പീഡിങ് ബൈ എ പോലീസ് കാർ ആൻഡ് റിസീവിങ് എ ഫൈൻ. ഇതാണ് നമ്മുടെ മിസ്റ്റേക്ക്. ഇനി ഇതിന് ഇവർ കൊടുക്കുന്ന മറ്റേ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ കൊടുക്കുന്ന പോസിറ്റീവ് സാധനങ്ങളാണ്. വായിക്കട്ടെ. I am grateful to the police for wanting to protect me from harming myself because after all, that was all they were trying to do. സ്പീഡിങ് ടിക്കറ്റിന് പിടിക്കുന്നത് പോലീസ് നമ്മളോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ലല്ലോ, നമ്മൾ സ്പീഡ് കൂട്ടി പോകുന്നത് കൊണ്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് ആക്സിഡൻ്റ് ഒന്നും വരാണ്ടിരിക്കാനിരിക്കണല്ലേ. അടുത്തത്, I am grateful to the police if I am honest with myself. I was thinking about other things and I wasn't concentrating on the road. I am grateful to the police because it was foolish to put myself at risk speeding with a tire that needed to be replaced. I am grateful to the police for the wake-up call. Being pulled over did affect me and will make me watch my speed and drive more carefully in the future. I am grateful to the police because somehow I had a wild idea that I could speed without getting caught and without putting myself in danger. The seriousness of the police made me face up the fact that I was putting both myself and others in serious danger. I am grateful to the police because if I think about my own family being put in danger by other speeding drivers, then I would definitely want the police to stop speeding drivers. I am really grateful to the police for the work they do in trying to ensure the safety of every person and family on the roads. I am grateful to the police. They must see heartbreaking situations every day, and all they are trying to do is protect my life and my family's life. I am grateful to the police for making sure that I arrived home safely. I walked through the door to my family as I usually do. I am grateful to the police because all of these possible consequences that could have stopped me from speeding, police pulled me over, was the least harmful consequence. And it could have been the biggest blessing in my life. അപ്പോൾ ഒരു സ്പീഡിങ് ടിക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ബാക്കിലേക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയേക്കുന്ന പല മിസ്റ്റേക്സും നമുക്കും ഇങ്ങനെ ആലോചിക്കാൻ പറ്റും. അതിപ്പോൾ ഇതുപോലത്തതാവണം എന്ന് പോലും ഇല്ല. ഇപ്പം നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുത്തൊരു കോഴ്സ് നിങ്ങൾക്ക് അധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നൊരു കോഴ്സല്ല. അപ്പം നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നുണ്ട് ആ കോഴ്സ് എടുത്തിട്ട് ശരിയായില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾ വേറൊരു സൈഡിലേക്ക് ആലോചിക്കുമ്പോൾ ആ കോഴ്സ് കാരണം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വേറെ പല സാധനങ്ങളും കാണാം. നിങ്ങൾ ആ കോഴ്സിലേക്ക് പോയത് കൊണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ശരിക്കുള്ള പാഷൻ തിരിച്ചറിഞ്ഞത്. നിങ്ങൾ ആ കോഴ്സ് എടുത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചുറ്റും
കുറച്ചധികം നല്ല ആൾക്കാർ, ആ കോഴ്സിൽ പഠിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ലൈക്ക് അതിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. സോറി. സോ ഏത് തരം മിസ്റ്റേക്സ് ആണെങ്കിലും നമുക്കതിനകത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലായതാണെന്ന് വിചാരിക്കും, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ കയറിയതായിരുന്നു നിങ്ങൾ ചെയ്ത തെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് വർത്ത് കണ്ടുപിടിക്കാൻ പറ്റി, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റി, അല്ലെങ്കിൽ എങ്ങനെ ഒരാളെ നോക്കരുത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ആൻഡ് നിങ്ങൾ കുറേ കൂടെ സ്ട്രോങ് ആയി നിങ്ങൾ അതിൽ നിന്ന് ബ്രേക്കപ്പായി പോകുന്നപ്പോഴേക്കും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ലൈക്ക് ആരൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കും, ആരൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് എക്സാമ്പിൾ എടുത്താലും ഉണ്ടാവും. സോ തിങ്ക് ഓഫ് വാട്ട് യുവർ മിസ്റ്റേക്ക് ഇസ് ആൻഡ് ഫൈൻഡ് പോസിറ്റീവ്സ് ഇൻ ദാറ്റ്. പനിയാണ് ഗൈസ്, അത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ആക്ടിവിറ്റി വൈസ് അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. കഴിയാനായി 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ രാവിലെ എണീക്കുക, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ഒക്കെ ചെയ്യുക. സമയമുള്ളപ്പോൾ ഇത് പിന്നെ രാവിലെ തന്നെ ചെയ്യേണ്ട ആക്ടിവിറ്റി ആണെന്നൊന്നും എഴുതിയിട്ടില്ല. സമയമുള്ളപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആലോചിക്കുക, അത് കാരണം ഉണ്ടായ 10 നല്ല കാര്യങ്ങൾ ആലോചിക്കുക. രാത്രി എല്ലാ ദിവസത്തെയും പോലെ മാജിക് റോക്ക് എടുക്കുക, താങ്ക് യു പറയുക ഇന്നുണ്ടായ ഏറ്റവും നല്ല കാര്യത്തിന്. അപ്പോൾ ബൈ ഗൈസ്.